വെൽക്കം. ഇത് നമ്മുടെ ഒരു പുതിയ ഷോ ആണ്. ഇതിൽ വരാൻ പോകുന്ന ന്യൂസുകൾ 100% ഫണ്ണി ആയിരിക്കും, 0% യൂസ്ഫുൾ ആയിരിക്കും. ബേസിക്കലി നിങ്ങളുടെ മാമന്റെ ഫോണിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ എഡിറ്റിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അടുത്ത മാസം അടക്കാൻ കിടക്കുന്ന EMI വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ചായം കുടിച്ച് തൊലിച്ചോണ്ടിരിക്കും. ലോ ബഡ്ജറ്റ്, യെസ്, ഹൈ ലെവൽ ഓഫ് എന്റർടൈൻമെന്റ്, absolutely. This is not Netflix, this is Conaflix. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിക്കോ, കുറച്ച് ടെർബുലൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് ആയി പോകും. ഈ ഷോയും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, മൂത്ത കൊണയന്മാർക്ക് വേണ്ടി ഒരുപാട് ന്യൂസ് ചാനൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ കൊച്ചു കൊണയന്മാർക്ക് വേണ്ടി കോണഫ്ലിക്സ് വേർ വി കവർ പണ്ടുണ്ടതും പാളെ തൂറിയതും എല്ലാം. അങ്ങനൊന്നും ഇല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആഴ്ച നടക്കുന്ന എല്ലാ കിശിമത്ത് പണികളിലും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്ന എല്ലാ വീക്കിലും നടക്കുന്ന കൊണപ്പ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരുന്ന് കാണാം. Firosika said he will be stopping YouTube. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വെറുതെ എന്തെങ്കിലും വീണ്ടും നമ്മൾ കാണിക്കേണ്ടെന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായത്. ഫിറോസിക്ക യൂട്യൂബ് നിർത്തി കഴിഞ്ഞാൽ ഫിറോസിക്ക അല്ല നിന്ന് പോകുന്നത്, യൂട്യൂബ് തന്നെയാണ്. നമുക്ക് അറിയാൻ സാധിച്ചാൽ ചലിക്കുന്ന എന്ത് പ്രാണിയും പുള്ളി കറി വെച്ച് തിന്നും. പുള്ളി യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയം ഡിസ്കവറി ചാനലിൽ മൃഗങ്ങളെ കിട്ടാറില്ല വീഡിയോ പിടിക്കാനായിട്ട്. നിർത്തിയാ പാവ ഡിസ്കവറി ചാനലിന് അവരുടെ കണ്ടന്റ് തിരിച്ചു കിട്ടും. എന്നാൽ ഇപ്പോൾ അറിയാൻ പറ്റുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ, യൂട്യൂബ് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ ഇട്ട് വീഡിയോ ഇട്ട് അതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എല്ലാ വന്യജീവികൾക്കും ഒരു ഭീഷണിയായി ഫിറോസിക്ക തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച ബിസിനസ് യൂട്യൂബിൽ കുറെ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യമായിരുന്നു. അങ്ങ് ഫുഡ് ചെയിനിന്റെ ടോപ്പിൽ പിന്നെയും പരുന്തിനെ പുലിയൊക്കെ കടത്തി വെട്ടി ഫിറോസിക്ക. അടുത്തായി കിട്ടുന്ന വാർത്ത, കൂലിയും വാർ 2 മൂവിയും കൂടെ ഒരുമിച്ച് റിലീസായി. ഇതിൽ ഏതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് വലിയായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. രണ്ട് പടങ്ങളിലും നമ്മൾ കാര്യമായിട്ട് നിരീക്ഷിച്ചാൽ അത് മനസ്സിലാവുന്നത് അടി, വഴക്ക്, ഡ്രം ബസ്റ്റ് കാര്യങ്ങളും ഒക്കെയാണ്. ശരിക്കുള്ള ജീവിതത്തിൽ പക്ഷെ നടക്കുന്നത് ജിൻഡോ ഞഴഞ്ഞു കയറി കട്ടോണ്ട് പോയി. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസിന്റെ വാർത്ത ഇപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. ബിഗ് ബോസ് വിന്നർ, ട്രോഫി ഒരു കയ്യിൽ, ഫെയിം ഒരു കയ്യിൽ, രണ്ടും കൂടെ കൂട്ടിയടിച്ചപ്പോൾ പുള്ളി ചെയ്തത്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസിന്റെ വാർത്ത ഇപ്പോൾ വരുന്നു. 10,000 രൂപ ജിമ്മിന്റെ കാശ് പെട്ടിന്ന് മോട്ടിക്കൊണ്ട് പോയി. ജിൻഡോ ബിഗ് ബോസ് ജയിച്ചത് ഒരുത്തൻ ട്രെഡ്മില്ലിൽ ഓടുന്നത് ഒരുപോലെ കുറെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്ത് എത്തുന്നില്ല. 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. 10,000 രൂപയോ? അപ്പൊ ബിഗ് ബോസിൽ നിന്ന് കിട്ടി 50 ലക്ഷം ഇവിടെ പോയി. സോറി, പ്രൊഫഷണൽ ആവണം. ബിഗ് ബോസ് ഒക്കെ ജയിച്ചല്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ബാങ്ക് എങ്കിലും കൊള്ളയടിക്കായിരുന്നു. ആകെപ്പാടെ ബിഗ് ബോസിൽ എത്തിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അനുമോളെ എല്ലാരും ചപ്പാത്തി കള്ളിന്ന് വിളിക്കുക. ചപ്പാത്തി കേസും അതിനെ കള്ളിന്ന് വിളിക്കും, ഞാൻ ചേർത്ത് കുത്തുന്നുള്ളെന്ന് വിളിക്കും. ഈ ചപ്പാത്തിയോ കഴിഞ്ഞ പ്രാവശ്യം ട്രോഫി അടിച്ച ചേട്ടനെ കണ്ടുപിടിക്കേണ്ട 10,000 രൂപയാണ്. ബിഗ് ബോസിലൊക്കെ വന്ന് ചപ്പാത്തി മൂട്ടിക്കുന്നവരുടെ വിധി ഇത് മാത്രം. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, ഫീൽഡിൽ ഇറങ്ങി ഇതുപോലെ അടിച്ചു മാറ്റാൻ പറ്റുന്നവർക്ക് മാത്രമേ ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റൂ. അടുത്ത ബിഗ് ബോസ് സീസണിൽ ഗോവിന്ദചാമിയെ കണ്ട എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നത്തില്ല. ചിലപ്പോൾ ഒന്നുകൂടെ ജയിലിൽ അടി കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ അവർ കയറ്റി വിടും. എല്ലാ മലയാളി ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അടുത്ത ശാലിനി ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ട്. പരമസുന്ദരി. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവർക്ക് ഈ ഒരു ഐഡിയ ആരാ കൊടുത്തത്? എല്ലാ സൗത്ത് ഇന്ത്യൻസും അയ്യോ സാർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതെന്ന് ഇവരോട് ആരാണ് പറഞ്ഞത്? അവരുടെ വിചാരം നമ്മൾ ഐഫോൺ എടുത്ത് ഹേയ് സിറി എന്റെ അണ്ണ ഇങ്ങനെ വിളിയേക്കുന്ന അവരുടെ വിചാരം. അവരുടെ വിചാരം നമുക്ക് ഇവിടെ പെപ്സി, കൊക്കക്കോള ഒന്നും കിട്ടത്തില്ല. നമ്മൾ വൈകിട്ട് പാർട്ടിക്ക് 4 പേര് കൂടാൻ നേരം സാമ്പാറും രസവാ കുടിക്കുന്നതെന്ന്. സൗത്ത് ഇന്ത്യൻ മൂവീസ് നിങ്ങൾക്ക് എന്തൊക്കെ തന്നു? KGF, ബാഹുബലി, വിക്രം. നിങ്ങൾ എന്താ തന്നു? ലുങ്കി ഡാൻസ്. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളൈ. എന്താന്ന്? തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളൈ. ഈ മലയാളം എന്ന പേര് പറയുന്ന അപരാധം കേട്ടിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരെ ഹറാസ്മെന്റിന് കേസ് കൊടുക്കാൻ പോവാന്നാണ് കേട്ടത്. അഡീഷണൽ ഇൻഫോർമേഷന് വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്യുവാണ്. തെങ്ക അല്ല, തേങ്ങ. എനിക്കൊരു സംശയമുണ്ട്, ഈ പടം ഉണ്ടാക്കുന്നവരെ അവരുടെ കൂട്ടത്തിൽ ഒരു മലയാളി പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ കാണുമായിരിക്കും, പാതി വഴി വെച്ച് തന്തയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങി പോയി കാണും. എന്തായാലും കുഴപ്പമില്ലല്ലോ, അവാർഡ് ഉറപ്പായിട്ടും കിട്ടും. ശാലിനി ഉണ്ണികൃഷ്ണൻ. ഈ ന്യൂസിൽ നമുക്ക് ഒരു പ്രത്യേകതരം ജീവിയെ പരിചയപ്പെടാൻ. പുള്ളിയുടെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പുള്ളിക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ്. ശ്വേതാ മേനോന്റെ പടത്തിലെ ക്ലിപ്പുകൾ മറ്റ് സൈറ്റുകളിൽ വന്നു എന്നാണ് പുള്ളിയുടെ പരാതി. ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മാന്യ ജനങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ എങ്ങനെ കണ്ടത്? ഇതേ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചപ്പോൾ അണ്ണന്റെ സെർച്ച് ഹിസ്റ്ററി ന്യൂസിൽ വന്നു. ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെ ഉത്തരവാദികളാവും? ഈ ഇരിക്കുന്ന അണ്ണൻ പറയുന്നത് എന്താണെന്ന് പറയാം, ശ്വേതാ മേനോൻ അഭിനയിച്ച പടത്തിലെ ക്ലിപ്പുകൾ ആരോ കട്ട് ചെയ്ത് വേറെ സൈറ്റിലിട്ടു, അതുകൊണ്ട് ശ്വേതാ മേനോനെ ബാൻ ചെയ്യണം. ഈ കാണുന്ന അണ്ണന്റെ ഗുണശാസ്ത്രം വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ നല്ലൊരു TV മേടിച്ചു വെച്ച് അതൊരു കള്ളം മോട്ടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ എന്നോട് വന്ന് ചോദിക്കും, എന്തിന് നല്ല TV മേടിച്ചു?
അതുകൊണ്ടാണ് കള്ളം കൊണ്ടുപോയത്. അതാണ് എന്റെ ശാസ്ത്രം. വിവരക്കേട് ഒരു കുറ്റമായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരന് ജീവപര്യന്തം കിട്ടിയേനെ. ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഈ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ കണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അണ്ണന്റെ സെർച്ച് ഹിസ്റ്ററി ലീക്കായി. ബൈ ബൈ ഗുഡ് ബൈ. മച്ചാനെ അത് സെർച്ച് ചെയ്യേണ്ട ആവശ്യം എന്തോരും സത്യം പറഞ്ഞു. അത് റിസർച്ച് പർപ്പസ് ആയിരുന്നു, അത് ഫീൽഡ് വർക്ക് ആയിരുന്നോ എന്ന് ഞാനല്ല ചോദിക്കുന്നത്, പ്രേക്ഷകരാണ്. അതെന്തായിരുന്നു? നാഷണൽ ഡ്യൂട്ടിയോ, CBI ഇൻവെസ്റ്റിഗേഷനോ, അതോ അവിടെ കയറി സെർച്ച് ചെയ്തിട്ട് റിസർച്ചിന്റെ പേര് യോഗ ചെയ്യുമായിരുന്നോ? ഇതും ഞാനല്ല ചോദിക്കുന്നത്, പ്രേക്ഷകരാണ്. ഇപ്പൊ അറിയാൻ സാധിച്ച വാർത്ത പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ബിഗ് ബോസ് പോലെ തന്നെ ഈ ന്യൂസ് ചാനൽസിനകത്തോട്ട് പോകാൻ തന്നെ വീട്ടിൽ തലച്ചോറ് ഊരി വെച്ചിട്ടാണോ പോകുന്നത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു വളരെയധികം ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. പുതിയ തരം മനുഷ്യന്റെ ഒരു സ്പീഷീസ് തന്നെ കണ്ടുപിടിച്ചു. ഈ സ്പീഷീസ് കാണപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം റീലുകളിൽ മാത്രമാണ്. ഈ ഇമോജിയിലെ ഇത് ഈ ഇമോജിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ സ്പീഷീസ് വന്നിരിക്കുന്നത്. ഇവരെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അനുസാരത്തിൽ ഇത് വെറും കണ്ടന്റ് ആവാനാണ് സാധ്യത. ഇത് ശരിക്കലത്തെ ജീവിതത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തല്ലിക്കൊന്നതിന് ഇങ്ങ് വരെ ആരും സർവൈവ് ചെയ്യത്തില്ല. ഇതിപ്പോ മേടിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതൊരു കൊച്ചുകുട്ടിക്കും ഇത് കണ്ടാൽ മനസ്സിലാവും കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കാൻ വളരെയധികം കഷ്ടപ്പെടും. പക്ഷെ മിഷൻ ഫെയിൽഡ്. കൊച്ചു ടിവിക്കകത്ത് പോലും ഈ സൗണ്ടും കൊണ്ട് ഓഡീഷന് പോയി കഴിഞ്ഞാൽ അവരും ചവിട്ടി ഇറക്കി വിടും. ഇത് കണ്ടിട്ട് ജനങ്ങൾക്ക് ആർക്കും ക്യൂട്ടായിട്ട് തോന്നിയില്ല. ആൾക്കാർക്ക് പറയാനുള്ളത് ഡോറേമോന് തൊണ്ടയ്ക്ക് വേദന വന്ന പോലത്തെ സൗണ്ടിൽ ഒരു കൊച്ചു റീൽസ് വന്ന് ഓരോന്ന് കാണിക്കുന്നു എന്നാണ്. ഇതുപോലത്തെ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണ്ണിട്ട് നടു ഓടിച്ചെന്ന് ഇതുപോലത്തെ പ്രകടനം കാണിച്ചിട്ട് അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അയ്യോ എനിക്ക് നാണമായി, ഇങ്ങനൊന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ പറയുന്നത് അവരുടെ 47ാമത്തെ റീലായിരിക്കും. എന്നിട്ട് പറയുന്നത് നാണമാണ്. ചെരുപ്പ് മേടിക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടിയെന്ന് ക്യൂട്ടി പയ്യോട് ചോദിച്ചപ്പോൾ പൈസ എന്തത് പൈസ ആര് ചോദിച്ചു കൊടുത്തത്? ഭൂരിഭാഗം മനുഷ്യന്മാർക്കും അപ്പി വരാത്തപ്പോ ഉണ്ടാക്കുന്ന മുഖഭാവം ഈ കുട്ടിക്ക് എങ്ങനെ ക്യൂട്ട്നെസ് ആയി? അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ രോഗം മറ്റു കുട്ടികളിലും പകരുന്നുണ്ട്. എന്നിട്ട് എവിടെ വെച്ച് ഇവരോട് സംസാരിച്ചാൽ ഇവര് പറയുന്നത് റോഡിൽ നിന്നുകൊണ്ട് iPhone 14 Pro Maxന്റെ ഫ്രണ്ട് ഈ പരിപാടി കാണിച്ചിട്ട് 8 റീൽ അതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇത് കേട്ടിട്ട് പറയാനുള്ളത് ഇവർ കൊച്ചിയിലെ ട്രാഫിക് സിഗ്നൽ പോലെയാണ്. എപ്പോഴും റെഡ് കത്തി കിടക്കും, 24 മണിക്കൂർ ഇറിറ്റേറ്റ് ചെയ്യുക, ആർക്കും ഒരു ആവശ്യമില്ല. അടുത്തതായി കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ്, ഒരു ജില്ലയിൽ ഒരു പുതിയ കുട്ടി വന്നു അഡ്മിഷൻ എടുക്കാൻ. പേരൻസിനെ കൂട്ടിയിട്ട് വന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് സ്കൂൾ അധികൃതർ ജോലിക്കാര് ചെരുപ്പിടുക. ഇതേത് ജില്ലയെന്ന് നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്ത് കാണുമല്ലോ. നമ്മളിവിടെ സ്കൂളിൽ പഠിക്കാൻ നേരം ഒരു പട്ടി ഓടി വന്നാൽ തന്നെ നമുക്ക് വലിയ കാര്യമായിരുന്നു. പൂച്ചി പൂച്ചി പറയാൻ പെൺപിള്ളാരും പട്ടിയുടെ ചുണ്ണാണി തൊടാൻ കുറച്ച് ആൺപിള്ളാരും. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഏത് ജില്ലയാണെന്ന് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി കാണുമല്ലോ, വയനാട്. അറിയാൻ സാധിച്ചെന്നാൽ അവിടുത്തെ അംഗനവാടികളിൽ ഈയിടെയായിട്ട് അക്ഷരം എഴുതാൻ വരുന്നത് കുട്ടിയാനയാണ്. അടുത്ത ബ്രേക്കിംഗ് ന്യൂസ്, കാംബ്രിഡ്ജ് ഡിക്ഷണറി. ഒരു കാലത്ത് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ യൂസ് ചെയ്തിരുന്ന ഈ ഡിക്ഷണറി, അതേ സെയിം ഡിക്ഷണറി നമ്മുടെ ടീച്ചർമാർ നമുക്ക് തന്നോണ്ടിരുന്നത്, അതേ സെയിം ഡിക്ഷണറി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് ചില സ്കൂളുകളിൽ തെളിയിച്ചുകൊണ്ടിരുന്നത്, അതേ സെയിം ഡിക്ഷണറിയിൽ ഇപ്പൊ സ്കിബിഡി ടെലുലു എന്നുള്ള വാക്കുകൾ ചേർത്തിരിക്കുന്നു. As a word that can have different meanings like cool or bad. എനിക്കിപ്പോ ഓർക്കാൻ സാധിക്കുന്ന ഒരു ഇംഗ്ലീഷിന്റെ എക്സാമിന് ഞാൻ ബ്രോ എന്ന് എഴുതിയതിന് എന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ കാംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ സ്കിബിഡി ടെലുലു ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്കിപ്പോ എക്സാമിന് അത് എഴുതാമല്ലോ. ഇപ്പൊ നാളെ മുതൽ ഇതുപോലത്തെ വാക്കുകൾ സ്കൂളിൽ ചെന്ന് എഴുതിയിട്ട് ടീച്ചർമാരെ പരമാവധി അലട്ടുക, അവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത് കാണിക്കുക. അപ്പൊ ഇനി നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് ചെന്നിട്ട് ഇനിയുള്ള 5 വർഷത്തിൽ നീ ഏത് പൊസിഷനിലായിരിക്കും? ഇവിടെ കക്കൂശിൽ, പക്ഷെ ഞാൻ ആ കാര്യത്തിൽ അത്ര ഡെലുലു അല്ല. ഇംഗ്ലീഷ്. ലോകം മുഴുവനും ഇപ്പൊ പ്രാന്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് പുതിയ മെന്റൽ. സോ ബി മെന്റൽ, അതാണ് പുതിയ നോർമൽ. പിന്നെ അറിയാൻ സാധിക്കുന്ന വാർത്ത എന്തെന്ന് പറഞ്ഞാൽ 100 കിലോ ഉള്ള വൈഫ് മണ്ടക്കോട്ട് വീണ് ഭർത്താവ് മരണപ്പെട്ടു. 59 വയസ്സുള്ള മനുഷ്യനാണ് ഭാര്യ മണ്ടയ്ക്ക് വീണ് മരിച്ചു പോയത്. അതെ, ഇതൊരു ശരിക്കലത്തെ ന്യൂസ് ഹെഡ്ലൈൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചില സമയം ജീവിതം എഴുതുന്ന കോമഡി ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു കോമഡിയൻ എഴുതുന്ന കോമഡിയെക്കാട്ടിലും എഫക്റ്റീവ് ആയിരിക്കും. സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ ഇതൊരു കോമഡി അല്ല, ഇതൊരു വെയിറ്റിനെ കുറിച്ചുമല്ല. ഇത് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പന്ന ടൈമിങ്ങിനെ കുറിച്ചാണ്. ലൈക്ക് ആ മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തു ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഇങ്ങനെ ചാവാൻ വേണ്ടി. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. എന്റെ സീനിയർ ആയിരുന്നു. സീനിയർ ആയിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. അലിബ് എന്ന പേര് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഫാത്തിമ പണ്ടത്തെ കുങ്കുമപ്പൂ സിനിമയിലെ ഒരു വിധവയെ പോലെയാണ് ബിഗ് ബോസിൽ ഇരുന്ന് കരയുന്നത്. മാഡം റിലാക്സ്, വലിയ യുദ്ധത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അല്ല താങ്കൾ. 1.5 ആഴ്ചയായിട്ട് വൈഫൈ കിട്ടാത്തോണ്ട് ബോയ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കൊച്ചാണ്. Who is she missing? Who is she missing? The nation wants to know. നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ വിട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ആലിബ് എന്ന് പറയുന്ന പയ്യൻ വെളിയിൽ നിന്ന് റീല് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചി ബിഗ് ബോസിൽ വരുന്നത്
ഇതിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ബിഗ് ബോസ് അല്ല, ഇതൊരു ബിഗ് ലോസ് ആണ്. ആത്മാഭിമാനം, ബ്രെയിൻ സെൽസ്, ക്ഷമ, ഈ 3 നഷ്ടപ്പെടും. അടുത്ത ബ്രേക്കിംഗ് ന്യൂസ്. സോഷ്യൽ മീഡിയ താരം പാൻ ഇന്ത്യൻ മൊണ്ണ അലിൻ ജോസ് പെരേരയ്ക്ക് ക്രൂരമർദ്ദനം. ക്രൂരമായി തല്ലിയ ആളെ തപ്പി നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ വരെ രൂപീകരിച്ചു. അവനെ കിട്ടിയ ഒരു ലഡ്ഡു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ച ഒരു സാധനമാണ്. ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിന്റെ പരാതി. ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആരായിരിക്കും ഈ മുല്ലപ്പൂവിനെ നോവിച്ചത്? ഇതിനെ കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനെങ്കിലും തോന്നുമോ? ഇത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടായി, ഇപ്പൊ നീര് കുറഞ്ഞിരിക്കുന്നതാണ്. കേൾക്കുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിലും ആ തലയിൽ എന്തെങ്കിലും ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമുണ്ട്. അടുത്തൊരു ക്രിഞ്ച് ന്യൂസ് ഉണ്ട്. ഇന്നലെ ബിഗ് ബോസിൽ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. ഇത് താജ്മഹലും അല്ല, ഇത് ടൈറ്റാനിക്കും അല്ല. ഏതോ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. OLX വേർഷൻ ഓഫ് ടൈറ്റാനിക്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബിഗ് ബോസിന്റെ TRP മണ്ടക്കോട്ട് പോകുന്തോറും ഓഡിയൻസിന്റെ ബ്രെയിൻ സെൽസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തപ്പോൾ പുള്ളിക്കാരന് തോന്നിയത് ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ്. കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് തോന്നിയത് എങ്ങനെ പുറകിൽ നിന്ന് പോക്കറ്റ് അടിക്കാമെന്ന് പഠിപ്പിക്കുന്ന പോലെയാണ്. ഏറ്റവും അവസാനം ഇതെല്ലാം കണ്ടോട്ട് ബിഗ് ബോസ് പറഞ്ഞു, യുവർ ക്രിഞ്ച് അവർ മണി. നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ന്യൂസ് മുമ്പോട്ട് കൊണ്ടുപോയത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് ഇനി കൂട്ടാം. സോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഈ വീഡിയോ കണ്ടോ? ടാറ്റ.